ശബ്ദമാണ് ഇത്തരത്തിലൊന്ന് ഞാൻ മുൻപ് കേട്ടിട്ടില്ലല്ലോ. കണ്ണ, എവിടെ പോകുന്നു? ഞാൻ ഒരിടത്തും പോകുന്നില്ല മാതാവേ. ഈ ദയനീയമായ ശബ്ദം ആരുടേതാണെന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. കണ്ണ, ഇത് ദയനീയ ശബ്ദമല്ല, ഇത് അപശകുനത്തിന്റെ ശബ്ദമാണ്. അപശകുനമോ? പക്ഷെ മാതാവേ, ഇതൊരു വൈഷമ്യത്താൽ സഹായം ആവശ്യപ്പെടുകയാണല്ലോ. ദുഃഖകരമായ സ്വരത്തിൽ അപശകുനമോ? അതെങ്ങനെയാണ് മാതാവേ? കണ്ണ, ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയമല്ല, ഉറങ്ങാനുള്ള സമയമാണ്. വരൂ, കിടക്കൂ. പിതാവേ, ആരായിരിക്കും ഈ രാത്രി സമയത്ത് ദയനീയ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? കണ്ണ, കണ്ണ, ഇത് ചണ്ടാലിനിയുടെ ശബ്ദമാണ്. ശ്മശാനത്തിൽ വസിക്കുന്ന ചണ്ടാലിനി. രാത്രി വളരെ വൈകിയിരിക്കുന്നു. പിതാവിനെ ഉറങ്ങാൻ അനുവദിക്കും. കണ്ണനും ഉറങ്ങും. പിതാവേ, ശ്മശാനത്തിലെ വല്യമ്മ എന്തിനാണ് ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? കണ്ണ, കണ്ണ, ഇതൊരു സാധാരണ ശബ്ദമല്ല. ചണ്ടാലിനി യമദേവനോട് മൃത്യുവിനായി യാചിക്കുകയാണ്. മൃത്യുവിന് യാചനയോ? പക്ഷെ പിതാവേ, നാം ഭഗവാനോട് ജീവന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ ചണ്ടാലിനി മൃത്യുവിനായി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ ശരീരം ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത്. അങ്ങനെ ചിതകൾ എരിയുമ്പോഴാണ് ചണ്ടാലിനിക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിക്ക് തോന്നുന്നത് ശ്മശാനത്തിലെ വല്യമ്മ മറ്റുള്ളവരുടെ മൃത്യുവിനല്ല, സ്വന്തം ഭക്ഷണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് യമദേവനോട്. അല്ലേ പിതാവേ? പിതാവേ, ഭക്ഷണത്തിനു വേണ്ടി യമദേവനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം? അതിനു പകരം ഗോകുലത്തിൽ വന്നാൽ മതിയല്ലോ. മതി കണ്ണ, ഇനി ഉറങ്ങൂ. പറഞ്ഞാലും പിതാവേ, ഒന്ന് പറയൂ പിതാവേ, എന്താണെന്നും പറയാത്തത്? ചണ്ടാലിനിയെ ഒരു ഗ്രാമത്തിലും പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ടാണ് അവർ ഇവിടെ വരാത്തത്. പ്രവേശിപ്പിക്കില്ലേ? അതെന്താണ് പിതാവേ? അത് കണ്ണ, ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ചണ്ടാലിനി അപശകുനമാണെന്നാണ്. ഏത് ഗ്രാമത്തിൽ അവർ പ്രവേശിച്ചാലും അവിടെ യമദേവന്റെ ആഗമനമുണ്ടാകുന്നു. അങ്ങനെ ജനങ്ങൾക്ക് അകാല മൃത്യു സംഭവിക്കുന്നു. അല്ലയോ യമദേവ, എന്നോട് കരുണ കാട്ടൂ. ഈ ചണ്ടാലിനിയോട് കരുണ കാട്ടൂ, കരുണ കാട്ടൂ. ഇതുവരെ ഒരു മണി ധാന്യം പോലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. കരുണ കാട്ടൂ യമദേവ, എന്നോട് കരുണ കാട്ടൂ. ജനങ്ങളോടൊപ്പം കൊണ്ടുവരുന്ന ദക്ഷിണയും ഭക്ഷണവും കൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത്. ഇനി ഈ വിശപ്പ് കൊണ്ട് ഞാൻ മൃത്യു വരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ തന്നെ പറയൂ, ഒരു തരി ഭക്ഷണത്തിനായി ഞാൻ ഇനി എങ്ങോട്ട് പോവും?
ഇത് ഭക്ഷണത്തിന്റെ ഗന്ധമാണല്ലോ. കണ്ണാ, കണ്ണാ, കണ്ണാ. മാതാവേ, ആ ചണ്ടാലിനി. കണ്ണ മതി, കൂടുതലൊന്നും ചോദിക്കണ്ട. പക്ഷെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല മാതാവേ. കണ്ണാ, നേരം വളരെ വൈകിയിരിക്കുന്നു. വരൂ. ഇതിന് ഭഗവാനുള്ള ഫലങ്ങളാണ്. എനിക്കൊരിക്കലും ഇത് ഭക്ഷിക്കാൻ സാധിക്കില്ല. എന്തു തന്നെ സംഭവിച്ചാലും ഞാനിത് ഭക്ഷിക്കില്ല. എനിക്കിത് ഭക്ഷിക്കാൻ സാധിക്കില്ല. പ്രഭോ, അങ്ങയുടെ നയനങ്ങളിൽ എന്താണ് ഇത്ര ദുഃഖം? ഈ സ്ത്രീ ആരാണ്? അവരെ കുറിച്ച് ഓർത്താണോ അങ്ങേക്ക് ഇത്രയും തീവ്രമായ ദുഃഖം? ഇതൊരു സാധാരണ സ്ത്രീയല്ല ദേവി. ഇത് പൂർവജന്മത്തിലെ പരമഭക്തയായ ശബരിയാണ്. ശബരിയോ? അതെ ദേവി. രാമാവതാര സമയത്ത് ഞാൻ ദേവിയെയും അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ സംവത്സരങ്ങളായി എന്നെയും പ്രതീക്ഷിച്ചു കഴിയുന്ന, സ്നേഹത്തിലും ഭക്തിയിലും മുഴുകിയിരുന്ന ശബരിയെ കണ്ടുമുട്ടി. പുണ്യഫലത്തിൻ രൂപത്തിൽ ശബരി മുജന്മ സുകൃതമണിഞ്ഞു. ശബരിയോ സന്തുഷ്ടയായി മാറി. ദേവി, ഇത്രയും ജന്മങ്ങളിലെ യാത്രകൾക്ക് ശേഷം ശബരി എല്ലാം വിസ്മരിച്ചു പോയിരുന്നു. പക്ഷേ എന്നിട്ടും അവർ എന്നെയും എനിക്ക് പ്രിയമുള്ള ഇലന്ത ഫലത്തെയും ഇതുവരെ വിസ്മരിച്ചിട്ടില്ല. പക്ഷേ പ്രഭോ, സ്വന്തം കരങ്ങളാൽ അങ്ങേക്ക് ഇലന്ത ഫലങ്ങൾ സമ്മാനിച്ച ശബരിക്ക് ഇതുവരെ മോക്ഷം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ദേവി, രാമാവതാരത്തിൽ ശബരി ഇലന്ത ഫലങ്ങൾ നൽകിയപ്പോൾ എനിക്ക് പ്രതികൂല സാഹചര്യങ്ങളാൽ നിർബന്ധിതനായി ശബരിയുടെ ഭക്തിക്ക് പ്രതിഫലം നൽകാൻ സാധിച്ചിരുന്നില്ല. ദേവിയെ അന്വേഷിക്കുവാൻ വേണ്ടി ലങ്കയിലേക്ക് പോകുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പരമഭക്തയായ ശബരിയുടെ ഭക്തിയോട് എനിക്കിപ്പോഴും നീതി പുലർത്തുവാനായിട്ടില്ല ദേവി. ഒരു ചണ്ടാലിനി ഒരിക്കലും ഈ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വിശപ്പ് കൊണ്ട് ഇങ്ങനെ മരിക്കുന്നതിലും നല്ലത് ഭക്ഷണം കഴിച്ച് മരിക്കുന്നതാണ്. ഗോകുലത്തിൽ ഇനി പ്രവേശിക്കുകയല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല.
പ്രഭുപാദങ്ങളിൽ അർച്ചന ചെയ്തു. ചണ്ടാലിനി, ചണ്ടാലിനി, നിനക്കറിയില്ലെന്നുണ്ടോ ഏതൊരു ഗ്രഹത്തിലും നീ പ്രവേശിക്കുന്നതിന്റെ അർത്ഥം യമദേവന്റെ പ്രവേശനമാണെന്ന്? എവിടെ നിന്റെ കാലടികൾ പതിയുന്നുവോ അവിടെ മരണവും എത്തിച്ചേരും. നീ നിന്റെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? എവിടെ നിന്റെ കാലടികൾ പതിയുന്നുവോ അവിടെ മരണവും എത്തിച്ചേരും. നീ നിന്റെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ അത്ര സ്വാർത്ഥയല്ല. എന്റെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആരെയും ബലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രഭു, രാമാവതാര സമയത്ത് ഈ ശബരിയാണ് സ്വന്തം കരങ്ങളാൽ അങ്ങേക്ക് ഇലന്ത ഫലങ്ങൾ നൽകിയത്. ഇന്ന് അതേ ഭക്ത ഭക്ഷണം ലഭിക്കാതെ ഗോകുലത്തിൽ നിന്ന് പോവുകയാണ്. അങ്ങയുടെ പരമഭക്തയോട് ഇത്രയും അന്യായം എന്തിനാണ് പ്രഭു? ഇന്ന് അങ്ങ് ശബരിക്ക് തീർച്ചയായും ഭക്ഷണം നൽകണം. സൗരഭേ, എനിക്ക് മനസ്സിലായി. നമ്മുടെ വാതിൽക്കൽ നിന്ന് ആരോ ഭക്ഷണം ലഭിക്കാതെ പോവുകയാണെന്ന്. നീ വ്യസനിക്കേണ്ട സൗരഭേ, ഞാനിപ്പോൾ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. മാതാവിന്റെ വെണ്ണ. സൗരഭേ, നീ ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഇവിടേക്ക് വരികയും നാം പിടിക്കപ്പെടുകയും ചെയ്യും. പോയിക്കോളൂ, പോയിക്കോളൂ, പോയിക്കോളൂ. മാതാവ് പറയാറുണ്ട്, ആരും നമ്മുടെ വാതിൽക്കൽ നിന്ന് ഒഴിഞ്ഞ വയറുമായി പോകാൻ പാടില്ലെന്ന്.
അപരാധം ചെയ്തുവോ? എന്റെ വാതിൽക്കൽ നിന്ന് വെറും കൈയുമായി പോയല്ലോ. വല്യമ്മേ, എന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ എന്നെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? വല്യമ്മ എന്തു തന്നെ ചിന്തിച്ചാലും ഇവിടെ നിന്ന് ആരെയും ഞാൻ വെറും കൈയോട് പറഞ്ഞയക്കില്ല. ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന് നോക്കൂ, വെണ്ണ. വാങ്ങൂ വല്യമ്മേ, ഇത് ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. എനിക്കാണോ? വല്യമ്മയ്ക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, ഞാൻ ഈ വെണ്ണ സ്വീകരിക്കില്ല. വല്യമ്മേ. പ്രഭോ, ഇതെന്താണ്? ശബരി ഭക്ഷണം അന്വേഷിച്ചാണ് ഗോകുലത്തിലെത്തിയത്. അപ്പോൾ നന്ദപുത്രൻ സ്വന്തം കരങ്ങളാൽ അവർക്ക് ഭക്ഷണം നൽകാൻ ശ്രമിച്ചു. പക്ഷെ വിശപ്പുണ്ടായിട്ട് പോലും അവരാ വെണ്ണ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ദേവി, ചിലപ്പോൾ നാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വന്നാൽ പോലും ഒരു നിമിഷം നമുക്കത് വിശ്വസിക്കാൻ സാധിച്ചൊന്നു വരില്ല. അതിന് വിപരീതമായി നമ്മുടെ ഹൃദയം ഭയാശങ്കകൾ കൊണ്ട് നിറയുന്നു. ശബരിക്കും ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് ഇത്ര സങ്കോചം? വല്യമ്മയ്ക്ക് വിശക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വെണ്ണ നൽകുന്നത്. ഇനി എനിക്ക് വിശക്കുകയാണെങ്കിൽ വല്യമ്മ എനിക്ക് ഇലന്തഫലങ്ങൾ നൽകിയാൽ മതി. വെണ്ണയെക്കാളും എനിക്ക് അധികം ഇലന്തഫലങ്ങളാണ് ഏറ്റവും പ്രിയം. എന്താ വല്യമ്മേ? പക്ഷെ ജനങ്ങൾ... വല്യമ്മേ, ഇത് എന്റെ വെണ്ണയാണ്. ഇത് ഞാൻ വല്യമ്മയ്ക്കല്ലേ നൽകുന്നത്. അതിൽ ജനങ്ങൾക്ക് എന്താണ്? ആരെങ്കിലും ചോദിച്ചാൽ കണ്ണനാണ് നൽകിയതെന്ന് പറഞ്ഞാൽ മതി. ആരും ഒന്നും തന്നെ പറയില്ല. ശരിയല്ലേ വല്യമ്മേ? വല്യമ്മേ, വാങ്ങിക്കൊള്ളൂ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. വല്യമ്മേ, വയറ് നിറയെ ഭക്ഷിച്ചോളൂ. ഞാനിപ്പോൾ പോകുന്നു. അല്ലെങ്കിൽ മാതാവ് ഉണർന്നു കഴിഞ്ഞാൽ മാതാവിനെ സമാധാനിപ്പിച്ച് നേരം പുലരും വല്യമ്മേ. നിന്റെ മഹത്വം അപാരമാണ്. ഞാൻ നിന്നോട് ഒരു തുള്ളിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ നീ ഇപ്പോ എനിക്കൊരു സാഗരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രഭോ, ഭക്തൻ എല്ലായ്പ്പോഴും ഭഗവാന് തനിക്കുള്ളതിന്റെ ഒരു പങ്ക് അർപ്പിക്കുന്നു. പക്ഷെ ഇന്ന് നാരായണൻ സ്വയം തന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം സ്വന്തം ഭക്തന് സമർപ്പിക്കുന്നു. അങ്ങയുടെ അസീമമായ സ്നേഹത്താൽ ശബരി തീർത്തും ധന്യയായി പ്രഭോ. നാരായണ നാരായണ. യാഥാർത്ഥ്യമാണ് ദേവി, യാഥാർത്ഥ്യമാണ്. എല്ലാവരും പറയുന്നത് സത്യമാണ്. ഭഗവാൻ ദുഃഖം നൽകുന്നതോടൊപ്പം നമുക്ക് ആനന്ദവും പ്രദാനം ചെയ്യും. ഏയ്, അവിടെ നിൽക്കൂ.